നീലരാവിൽ പറഞ്ഞപ്പോൾ നമ്മൾ വിട്ടുപോയതാണ് ഊഞ്ഞാലുറങ്ങി. അതെ അതെ. ഊഞ്ഞാലുറങ്ങി എന്തോളരാഗം മയങ്ങി നോവുന്ന തെന്നലിൻ നെഞ്ചിലെ ആദി താളമെങ്ങോ തേങ്ങീന. ശരിക്ക് അതിൽ രസം ചെറിയ ഹിന്ദോള രാഗമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ആ അത് പിന്നെ ഹംസത്തിന് പറ്റാതെ. പക്ഷേ ഹിന്ദോളം ഞാൻ എഴുതിയപ്പോൾ ജോൺസൺ പറഞ്ഞു, അത് സാരമൊന്നുമില്ല, അതേ രാഗം തന്നെ പറയണമെന്നില്ല, ഈ രാഗം ആ പേര് കുഴപ്പമില്ല. അങ്ങനെ ഒരു വൈരുദ്ധ്യമുണ്ടായിരുന്നു. അല്ല അത് പക്ഷേ അത് കുഴപ്പമില്ലല്ലോ, ഒന്നുമില്ല. നമ്മൾ ആ ഒരു രാഗത്തിൻ്റെ പേര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മൗന സരോവരമാകെ ഉണർന്നു പാട്ടു. മൗന സരോവരമാകെ ഉണർന്നു സ്നേഹമനോരഥ വേഗമുണർന്നു കനകാങ്കുലിയാൽ തമ്പുരുമേട്ടും. അത് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായത്. ചെറിയൊരു ആള് കുത്തിരിക്കുന്നുണ്ട്. ഞാൻ എഴുത്തുകാരനും വേണു പാട്ട് മ്യൂസിക് ഡയറക്ടറാണ്. അതിൽ ഞാൻ തമാശയായിട്ട് പറയുന്നുണ്ട്, താൻ അവാർഡും കൊണ്ട് പോകും, ഇത് എഴുതിയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. പറഞ്ഞ പോലെ ആ അവാർഡ് ജോൺസണ് കിട്ടി, ചിത്രയ്ക്കും കിട്ടി, എനിക്ക് മാത്രമില്ല. അത് പറഞ്ഞു. അങ്ങനെയൊക്കെ ചില യാദൃച്ഛിക ചിലതൊക്കെ അങ്ങനെ സംഭവിക്കും. അഭിനയിക്കുമ്പോൾ വേണു അത് കൊളാക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു. സോഡ വേണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ സോഡ കാണിച്ചിട്ട് തന്നെ അത് നോക്കി അറിയാം. ഞാൻ ജീവിതത്തിൽ മദ്യപിക്കാത്ത ഒരാളാണ്. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന വേണുവിന്. വേണു ഞാൻ ഒരേ പായൽ കിടന്നു തുടങ്ങിയ ആൾക്കാരാണ് വർഷങ്ങൾ. അപ്പോൾ ഇത് കൊളാക്കാൻ വേണ്ടി സോഡ വേണമെന്ന് കാണിച്ചു. അവന് വേണ്ട, സോഡ ഇല്ലാതെ കുടിക്കുക. അത് അയാളുടെ പണിയാണ്, എൻ്റെ പണിയല്ല. അതിൽ തന്നെ ബ്രഹ്മകമലം ശ്രീലതമാക്കിയ സത്യപ്പെട്ട ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയി വീണാധരി ശാതോദരി പാഹിമാം പാഹിമാം പരിപാഹിമാം. ദേവി മഹാത്മ്യലഹരിയിൽ എൻ മനം സ്വർഗസാഗരമാകേണം. അതാണ് സർഗസാഗരമാകണം അമ്മയുടെ കാരുണ്യം കൊണ്ട്. നൈവേദ്യ മന്ത്രാങ്കുരങ്ങളിൽ അമ്മേ കാരുണ്യ വാരിധി ഉണരണം. നിത്യഭുവൻ കൽപ്പനയിൽ കരുണാമലയമാരുതൊഴിക്കണം. പാട്ടിൻ്റെ ഭയങ്കര രസമായിട്ടുള്ള പാട്ടാണ്. സത്യത്തിലൊരു ഭക്തി ഗാനം വേണം അങ്ങനെ ആണെങ്കിലും അതിനകത്തൊരു ഇതുണ്ടല്ലോ, ഒരു മനുഷ്യൻ്റെ ഒരു കവിയുടെ ഉള്ളിലെത്ത സംഭവമാണ്. നിൻ്റെ കാരുണ്യമാണ് ഞാൻ, എൻ്റെ കൽപ്പനയിൽ അമ്മേ നിൻ്റെ കരുണയാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു കവിയുടെ ഒരു ഇതുണ്ട്, നമ്പരം. പ്രാർത്ഥന എന്ന് പറഞ്ഞ പ്രകർഷണ അർത്ഥിക്കലല്ലേ, ആ അർത്ഥന തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിനകത്ത് വേറെ സ്വാർത്ഥമൊന്നുമില്ല. ഞാൻ ചോദിക്കന്നെ, എനിക്ക് ചോദിച്ചാലേ കിട്ടുള്ളൂ. ഞാൻ മുട്ടി നോക്കുകയാണ്, മുട്ടുവൻ തുറക്കപ്പെടുന്നതാണ്. പ്രാർത്ഥന എപ്പോഴും അങ്ങനെയാണല്ലോ, മുട്ടുവൻ തുറക്കപ്പെടുന്നത്. ചില സമയത്തിൽ അന്തിക്കടപ്പുറത്തൊരു കുടയും എടുത്ത് പിന്നെ കുടയെടുത്ത് പാട്ടില്ല, അതിൽ പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്ക് കടപ്പുറവുമായി ബന്ധപ്പെട്ട് ആണ് അതിനകത്തൊരു വാക്കെന്ന് പറയുന്നത്. അത് കടപ്പുറം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അന്തിക്കടപ്പുറത്തോലോലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ്? ഞാനല്ല ഞാനല്ല തിരകളല്ല തിര എന്നല്ല പ്രയോഗിച്ചിരിക്കുന്നത്, തിരകള് തന്നെ. തിരകളല്ല ചെമാനം വാഴണ തുറയരെ. അതെ, തുറയരേന എല്ലാം അങ്ങനെ. അത് അവിടെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ അന്തിക്കടപ്പുറത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കിയത്. ഓ, കടപ്പുറത്തെ പാട്ടാക്കുകയും ചെയ്തു പുള്ളി. അത് കടപ്പുറത്ത് തന്നെയാണല്ലോ നടക്കുന്നത്. അതെ, കടപ്പുറത്താണ് ചെയ്തത്. നന്നായിട്ട് ചിത്രീകരിച്ചു. നല്ല മനോജ് കെ ജയനും റൗണ്ടിൽ അസാധ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ളതാണ്. അവര് തന്നെയാണ് ആ പാട്ട് പാടിയിരിക്കണമെന്ന് നമുക്ക് തോന്നുന്നു. അതെ, അസാധ്യം. രണ്ടുപേരും നല്ല ആക്ടേഴ്സ് ആണ്. ഭരതന്റെ സൃഷ്ടിയല്ലേ. ജോൺസൺ മാഷിന്റെ തന്നെ സത്യനന്ദിക്കാട് സിനിമയിൽ പിൻഗാമിയിൽ തെമ്മാടിക്കാറ്റേ വന്നാട്ടെ എന്ന്. അപ്പം നമ്മൾ സാധാരണ തെമ്മാടി മോശമായിട്ടുള്ള പ്രയോഗമാണ്, പക്ഷെ നമ്മൾ പാടി നടന്നു. അതെ, അങ്ങനെ തന്നെ പ്രയോഗിക്കാനുള്ളൊരു ധൈര്യം അല്ല, അങ്ങനെ അയാളുടെ ഒരു ഇതല്ലേ, അയാളുടെ ഒരു നാടോടി തെമ്മാടിക്കാറ്റാണ് ശരിക്കും. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പറയുമ്പോ സത്യൻ സാറ് എങ്ങനെയാണത് സ്വീകരിച്ചത്? അല്ല, പുള്ളിക്ക് അന്ന് ഇഷ്ടമായിട്ട് തോന്നി, ഒന്നും പറഞ്ഞിട്ടില്ല.
പിൻഗാമി ഭയങ്കര രസമുള്ളൊരു വേറിട്ട കഥയാണ്. പിന്നെ അന്ന് ആൾക്കാർക്ക് അത്ര ഇതായില്ല, ഇപ്പൊ അത് സൂപ്പറായി. ആ ഇപ്പൊ ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്നു. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഭരതൻ സാറിന്റെ താഴ്വാരമൊക്കെ പോലെ അതുപോലെ നല്ല ആ ഇതൊക്കെ ഇയാളുടെ ഒരു ഇത് ആ കുളത്തിൽ മുക്കുന്നതൊക്കെ ഭയങ്കര സംഭവം. ഒരു വേറിട്ട രീതിയിലാണ് അത് ചിത്രീകരിച്ചിരുന്നത്. അതെ, അത് സത്യന്റെ പടത്തിൽ അങ്ങനെ ആരും മോഹിച്ചിട്ടില്ല. അതുകൊണ്ട് സത്യന്റെ സ്ഥിരം പാറ്റേൺ ഇങ്ങനെ അത് മതി എന്നുള്ള മട്ടാണ്. അത് മാറിയപ്പോൾ ആൾക്കാർ കണ്ടില്ല. പക്ഷെ ഇന്ന് അത് വ്യത്യസ്തമായ സിനിമയായിട്ട്, വ്യത്യസ്തമായ സിനിമയാണ്. അതിൽ ഇയാള് ഇന്നസെന്റ് ഒക്കെ ഭയങ്കര രസമാണ്. എനിക്ക് താഴ്വാരം, പിൻഗാമി, സർവകലാശാല ഇതൊക്കെ ഭയങ്കര രസമുള്ള വ്യത്യസ്തമായ പടങ്ങളായിരുന്നു. പിന്നെ സംശയമില്ല. ചിലപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ രാജഹംസമേ പറഞ്ഞിട്ടില്ല, നമ്മൾ പരാമർശിച്ച് പോയതേ ഉള്ളൂ. പറഞ്ഞില്ലേ, രാജഹംസം എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ, സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ, എവിടെ എൻ്റെ സ്നേഹഗായകൻ. നമ്മളെല്ലാവർക്കും മനസ്സിലുള്ളതാണ് എവിടെയാണ് എൻ്റെ സ്നേഹഗായകൻ. അത് കൃഷ്ണനാവാം, ക്രിസ്തുവാം. അതിൽ ശരിക്കും ക്രിസ്തുവാണ് എൻ്റെ. അതുകൊണ്ടാണ് സ്നേഹഗായകൻ എന്ന് പറയുന്നത്. അതിൽ കാരണം പശ്ചാത്തലം, അതെ, പശ്ചാത്തലം അതാണ്, ക്രിസ്തീയ പശ്ചാത്തലം. അതിന് വലിയ നിരൂപണമുള്ള KP അപ്പം മാഷ്. അപ്പം മാഷ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പം മാഷ് എന്നോട് എപ്പോഴും പറയും ഇങ്ങനെ പാട്ടാണ്. അതൊരു അംഗീകാരമല്ല. അതെ, അപ്പം മാഷ് എഴുതിയിട്ടുണ്ട് എൻ്റെ പാട്ടുകളെ പറ്റി, എൻ്റെ ഗാനങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പം മാഷ് എഴുതിയത് കൈതപ്രത്തിൻ്റെ കയ്യിൽ ഒരു ത്രികാലജതി മീട്ടുന്ന ഒരു തമ്പുരുണ്ട്, സന്ധ്യകളുടെ ത്രിസന്ധ്യകളുടെ തമ്പുരുണ്ട് എഴുതിയിട്ടുണ്ട്. കഥാകൃത്ത് നമ്മളെ പത്മനാഭ പപ്പാട്ടൻ എഴുതിയിട്ടുണ്ട്. അയാൾ കളിവീടും മൂളിക്കൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ വലിയ അങ്ങനെ എഴുതല്ലോ പുള്ളി. ഒരാളെ അതിനകത്ത് കൊള്ളിക്കൊള്ളിക്കില്ല. എന്നോട് അത് കണ്ടില്ലേ, ഞാൻ വന്ന് കണ്ടു. അതുപോലെ വാസുവേട്ടൻ എനിക്ക് എൻ്റെ കവിതയ്ക്ക് അവതാരിക ചെയ്യുന്നു. അതിൽ കൈതപ്രത്തിൻ്റെ കവിതകൾ ഞാൻ വായിച്ചതല്ല, ആദ്യം അത് കേട്ടതാണ്. അത് നമ്മളിങ്ങനെ തൊടും. അതിലത്തെ തീച്ചാവണ്ടിയും പിന്നെ ഗ്രാമങ്ങളും ചൂട്ടും പിന്നെ പന്തമൊക്കെ നമ്മുടെ ദേഹത്ത് തൊടുന്ന പോലെ തോന്നുന്നു. അത്ര നന്നായിട്ട് എഴുതിയിട്ടുണ്ട് വാസുവേട്ടൻ. ദിലീപിൻ്റെ സിനിമകളുടെ ഒരു ഘട്ടമുണ്ട്, അത് പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാ വസന്തം. അതുപോലെ ഇഷ്ടത്തിലെ പാട്ട് ഞാൻ എൻ്റെ ആണല്ലോ. ഇഷ്ടത്തിൽ 2-3 ഉണ്ട്. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി എന്നോമന കിന്നാരം, കണ്ടു കണ്ടു കണ്ടില്ല. അത് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, മറ്റേ നമ്മുടെ ഉദയഭാൻ ചേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്രാവശ്യത്തെ അവാർഡിന് എൻ്റെ പേരാ പരിഗണിക്കേണ്ടിയിരുന്നത്. ആ പാട്ടാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ലളിതഗാനം. മറ്റേതൊക്കെ ഗാനഗംഭീരമായിട്ട് പട്ടണത്തിന്, ഇതാണ് ലളിതഗാനം, അതാണ് സിനിമ പാട്ട്. അല്ലാതെ എടുത്താൽ പോകാത്ത പാട്ടൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ പാട്ടാണ് ഇപ്രാവശ്യം അവാർഡ് വേണ്ടത്. ജോൺസൺ മാഷിൻ്റെ പറയുമ്പോൾ തൂവൽ കൊട്ടാരം നല്ല പാട്ടാണ്. അയ്യോ, തൂവൽ കൊട്ടാരത്തിലെ അക്കൊല്ലം സ്റ്റേറ്റ് അവാർഡ് കിട്ടി ലളിത പാട്ടിന്. ആദ്യമായി കണ്ട പാതി പൂമുഖം. അതിൽ വിശ്വാസം സാറ് പാടുമ്പോ പൂമുഖം ഭയങ്കര രസമല്ലേ. കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം നീ പ്രിയ സഖി, ഭയങ്കര രസമല്ലേ. ഉറങ്ങും കനവിനെ എന്തിനു വെറുതെ മെല്ലെ ഉണർത്തി. അതുപോലെ അതിൽ പറയുന്നുണ്ട് പാതി വിരിഞ്ഞാൽ കൊഴിയുവതല്ലൻ. അത് രണ്ടാമത് പാടുന്ന രസം. പാതി വിരിഞ്ഞാൽ കൊഴിയുവതല്ലൻ പ്രണയമെന്നല്ലോ പറഞ്ഞു നീ. രസമല്ലേ, അങ്ങനെ പാതി വിരിഞ്ഞാൽ കൊഴിഞ്ഞു പോകുന്നതല്ല എൻ്റെ പ്രണയം. ഒരു ഉമ്മ കൊണ്ട് മാത്രം ഉണ്ടെന്നാലും പാതി വിരിഞ്ഞാലും വീഴില്ല, അസാധ്യ പാട്ട്. അത് ഈ ഡ്യൂറ്റ് വരുമ്പോൾ രണ്ടാളും അവരുടെ ഭാഗത്തു നിന്ന് പറയുന്ന പോലെ തോന്നണം. അതിന് മറുപടി കൃത്യമായിരിക്കണം എന്നാണ് എൻ്റെ ചിന്ത. നീ അങ്ങനെ പറഞ്ഞപ്പോൾ പാതി വിരിഞ്ഞാൽ കൊഴിയതല്ല. ഈശ്വരം കേട്ട ഈശ്വരം കേട്ട നാൾ താനേ പാടിയ ഗുരു സത്യമായിട്ട് എന്റെ കിനാവിൻ താഴമ്പൂവില് ഉറങ്ങി നീ ശലഭമായി. രജനീഷ് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ശരിയത്.
ആ. ഓ അത് നല്ല ഭവനാണ്. അതെ അതെ അതെ. താഴമ്പൂവിൽ ഉറങ്ങുന്ന ശലഭം, അതാണ് നീ ഉം. എന്ന് പറഞ്ഞാല് പ്രണയത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു സംഭവം. അതുപോലെ കിനാവിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ സങ്കല്പിക്കുകയും ചെയ്യാം. ലോജിക്ക് വേണം കിനാവിന്റെ താഴമ്പൂവിലാണ് ഉറങ്ങുന്നത്. അതെ. ആ ശലഭം എപ്പോഴും പൂവിൽ ഉറങ്ങുമല്ലോ. ഉം. എന്നിട്ട് അവസാനമാണ് എന്തെങ്കിലും കാറ്റ് വരുമ്പോഴാണ് ഇവൻ അനങ്ങുന്നത്. അതെ അതെ അതെ. അതെ. അത്രയും ഒരു അത്രയും നേരം ആസ്വദിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. സുഗന്ധവും സമീപവും തേനും എല്ലാം അതിന് ഇഷ്ടപ്പെട്ടതാണ്. രസമുള്ള പാട്ട്, അത് പാടിക്കുന്നതും ഒക്കെ അതെ തീർച്ചയായിട്ടും. ആവർത്തിച്ച് എനിക്ക് തോന്നുന്നു അതൊന്നും ഇനി മരിക്കില്ല, എവർഗ്രീൻ ആണ്. പിന്നെ മലയാളം ഉള്ളിടത്തോളം കാലം പിന്നെ. ആ പാട്ടും എക്സിസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും. നാട്ടുമാവിൻ കൊമ്പിലെ കൊമ്പിലെ ആരുമറിയാ ചില്ലയിൽ അല്ലേ കൂടുമെനയും കിളിയുടെ കനവുകളിൽ സ്നേഹോദയം. സ്നേഹോദയം. കൂടായി കഴിഞ്ഞാൽ പിന്നെ സ്നേഹിക്കാമല്ലോ. ആ, അതിന് കൂടാലോ. പക്ഷെ ആരുമറിയാ ചില്ലയിലാണ് അതെ കൂടുമെനയുള്ളത്. അതെ അങ്ങനെയാണല്ലോ അതിന്റെ. നമ്മൾ കാണൂലല്ലോ കുയിലിന്റെ കൂട്, നമ്മൾ ഒരിക്കലും കണ്ടില്ല. കുയിലിന് കൂടില്ല എന്നാ പറയാ, പക്ഷെ കൂടുണ്ട്, ഉണ്ടാവുമല്ലോ. എവിടെയെങ്കിലും ആരും അറിയാച്ചില്ലേലായി. അങ്ങനെയാണ് കുയിലിന്റെ കൂട്. കുയിലാകുമ്പോ അങ്ങനെയാണല്ലോ, ആ അതാണ്, ആരും അറിയാതെ ആരും ചെയ്യണം. അറിയാത്ത. അതെ പ്രണയം അങ്ങനെയാണല്ലോ. അതെ അതെ ആരും അറിയാതെ വിചാരിക്കും, പക്ഷെ ലോകത്തിന് മുഴുവൻ അറിയാം. അതാണ്.